ഹലോ ഗൈസ്, ചെറിയ ട്രിപ്പിന് പോവുകയാണ്. അതും വാഗമണ്ണാണ്. അതിരാവിലെയാണ് ഞാൻ പോകുന്നത്. സമയം 3:45. അമ്മയൊക്കെ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയാതാണ് ഞാൻ പോകുന്നത്. അത് മാത്രമല്ല, ഉറക്കത്തിൽ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമേ. അങ്ങനെ നേരെ ബൈക്ക് എടുത്ത് നേരെ കൂട്ടുകാരനെ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ പന്തളത്തെ സ്പോട്ടിലോട്ട് പോകും. അങ്ങനെ ഞങ്ങളുടെ ടീം 4 പേരല്ല, കുറച്ച് പേരും കൂടെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും ഒന്ന് ഒരു ടൂറല്ല ഒരു ട്രിപ്പിനായിട്ട് പോകുന്നത്. ഗൈസ്, ഇതാണ് ഞങ്ങളെ പന്തളം ജംഗ്ഷൻ. അവിടെ നിന്ന് നേരെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ അവിടെ നിന്ന് ഒരു 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അവിടെ നിന്ന് നേരെ റാന്നി പോകുന്ന വഴി മൊത്തം മഞ്ഞാണ്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കട്ടൻ കാപ്പി കുടിച്ചപ്പോൾ നല്ല എനർജി ആയി. പിന്നെ നേരെ നമ്മൾ എരുമേലി റൂട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ എരുമേലി എത്തി അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മണ്ഡലകാലം തുടങ്ങി. അടുത്ത വഴി ഈരാട്ടുപേട്ടയാണ്. ആ വഴി പോകുന്ന അടിപൊളി മഞ്ഞാണ്. ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനൊന്നും ഈ വഴി പോയിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ വാഗമൺ എത്തി. രാവിലെ 8 മണിയായി ഞാൻ ഇവിടെ എത്തിയപ്പോൾ. 8 മണിയായാലും ഇവിടെ തണുപ്പിന് ഒരു ക്ഷാമവും. ഞങ്ങൾ 2 പടക്കുതിരകളോണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ കോട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോകുന്ന ഇടയ്ക്ക് ഒരു സംഭവം കണ്ടു. പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ആട് 3യുടെ ഒരു ഷൂട്ടിംഗ് ആണ് ഞങ്ങൾ കണ്ടത്. ജയസൂര്യ ഒന്നും കാണാൻ പറ്റിയില്ല, മറ്റേ ആർട്ടിസ്റ്റുകളെല്ലാം കണ്ടു. അവിടുന്ന് നേരെ തേയിലത്തോട്ടത്തിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് കുറച്ച് പിക്കും എടുത്ത് വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. തേയിലത്തോട്ടം എല്ലാം കണ്ട് ചെറുക്കൻ പ്രാന്തായ നിർത്തില്ല. ഇത് കണ്ടുകൊണ്ട് നേരെ കുത്തി മറിയുന്നതാണ്. അവിടുന്ന് നേരെ വാഗമൺ ജംഗ്ഷൻ ഞങ്ങൾ ഒരു നല്ല ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. അങ്ങനെ ഒരു മസാല ദോശ ഒരു ചായയും കുടിച്ചു. ജംഗ്ഷനിൽ ഒരു കളിപ്പാട്ടക്കാരുകളൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. അവിടുന്ന് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ 2-3 കാറൊക്കെ മേടിച്ചു. പണ്ടൊക്കെ കാറുകൾ മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം കുട്ടിക്കാനം വഴിയുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് അടുത്ത പ്ലാൻ. അവിടുന്ന് നേരെ മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മൊട്ടക്കുന്ന് എന്ന സ്ഥലത്തിലെ ഒരു വ്യൂ ആണ്. എന്ത് രസമാണ് കാണാനല്ലേ. ഇനി അവിടുന്ന് ശേഷം ഒരു വെള്ളവും കുടിച്ച് വെള്ളച്ചാട്ടം കണ്ടില്ലേ, അതാണ് പാലൊഴുകും പാറ എന്ന് പറയുന്നത്. ആ പാറയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴി ഇച്ചിരി മോശമാണ്. അപ്പൊ നല്ല ടയറൊക്കെ ഇട്ടോണ്ടേ നമ്മൾ വരാവുള്ളൂ. ആ പോകുന്ന വഴിക്ക് ഒരു കുളം കണ്ടു. അടിപൊളി കുളമാണ്. ഞങ്ങൾ പിന്നെ അവിടെ ആ കുളത്തിലൊക്കെ ചുമ്മാ കുളത്തിൽ ഇറങ്ങിയില്ല, അല്ലാതെയൊക്കെ ഞങ്ങൾ കയറി ഇരുന്ന് നോക്കുകയൊക്കെ ചെയ്തു. എന്തെങ്കിലും ഇനി ഒരു ദിവസം വരുവാണ് ഞങ്ങൾ ഈ ബെൽറ്റ് ചുമ്മാ ഞങ്ങൾ ഇതിനകത്ത് കെട്ടി. ഇതിൽ ഞങ്ങളൊരു ഓർമ്മയ്ക്കായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നടന്നപ്പോൾ ഞങ്ങൾ ഈ കാലയിൽ ഈ ചോര കുടിക്കുന്ന അട്ട കയറി കടിച്ചു കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് താനെ പോയി. കൊണ്ട് വന്നപ്പോൾ ഒരു മരം കണ്ടു. അടിപൊളി മരമൊക്കെ കാണാൻ. പിന്നെ ശേഷം പോകുന്ന കഴികളെല്ലാം ഇതുപോലത്തെ ഉപ്പിലിട്ട് ഒരു പൈനാപ്പിളൊക്കെ കഴിച്ചു. പിന്നെ ശേഷം അവിടുന്ന് ഒരു ഗോലി സോഡ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗോലി സോഡയെല്ലാം കുടിച്ച് ആ ഗോലി എങ്ങനെ എടുക്കുമെന്നാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ഗോലി എടുത്ത് ചെറുക്കൻ കണ്ടോ, ഗോലി കൊണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്ന വഴിക്ക് ഒരു തോട് കൊണ്ട് അവിടെ നിർത്തി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നല്ല രസമുണ്ട് ഈ തോടൊക്കെ കാണാൻ. അതിനുശേഷം ഉച്ചയായി. നല്ല തിളച്ച വെള്ളമുണ്ട്. അത് നല്ല രസമുണ്ട് കുടിക്കാൻ. നല്ല തണുപ്പുണ്ട്. ഉച്ചയായപ്പോൾ ഞങ്ങളൊരു ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടുന്ന് നേരെ പാഞ്ചാലിമേടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. ഈ 2 കുരങ്ങന്മാരെയും കണ്ടു. ഗൈസ്, അങ്ങനെ പാഞ്ചാലിമേട് എത്തി. അവിടെ നേരെ 20 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇവിടുന്ന് നമുക്ക് കയറാനുള്ള ഒരു പ്രവേശനം കിട്ടും. അങ്ങനെ ഒരു 4 മണിയായി. 4 മണിയാകുമ്പോൾ പിന്നെയും കോട ഇറങ്ങാൻ പോവുകയാണ്. അവിടുത്തെ ഒരു താഴത്തെ ഒരു കടയിൽ നിന്നാണ് ഞങ്ങളടുത്ത് ഈ ബോളൊക്കെ കണ്ടിട്ടുണ്ട്. ലൈറ്റ് ചായ കുടിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബ്.